മക്കളെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ സർപ്രൈസ് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും അല്ലെ MVSAT കുറിച്ച്. അപ്പൊ എന്താ MVSAT എന്ന് പറഞ്ഞാല്, അതായത് മെഗാ വേദാന്തു സ്കോളർഷിപ്പ് അഡ്മിഷൻ ടെസ്റ്റ് അല്ലെ. ഓൾ ഇന്ത്യ ലെവലില് വേദാന്തം നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് എക്സാമിനേഷൻ ആണ് MVSAT. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ MVSATലേക്ക് പോകുന്നതിന്റെ മുന്നേ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ കാര്യം കാണിച്ചു തരാം. അതായത് ഇത് എന്തായത് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പൊ ഞാനൊരു 5 നമ്മുടെ നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ MVSATന് രജിസ്റ്റർ ചെയ്യണം. കാരണം MVSAT എന്ന് പറയുന്ന എക്സാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത് കേട്ടോ. ഓക്കെ, ഇതൊരു സ്കോളർഷിപ്പ് ടെസ്റ്റ് എക്സാമിനേഷൻ അല്ലേ. അപ്പൊ ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങൾ നല്ല മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സോ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആരും മിസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ MVSAT എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. MVSAT എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് എക്സാമിനേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഒരു എക്സാം ഞങ്ങൾ നടത്തുന്നത് ഡിസംബർ 2 മുതൽ ഡിസംബർ 10 വരെയുള്ള ദിവസങ്ങളിലാണ്. ഓക്കെ, ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഈ ഒരു എക്സാം നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ കേരളത്തിലെ മക്കൾക്കാണെങ്കിൽ ഓഫ്ലൈൻ സെന്റേഴ്സ് ഒന്നും ഇപ്പം കേരളത്തിൽ നിലവിലില്ല. സോ നിങ്ങൾക്ക് എന്തായാലും വേറെ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഓൺലൈൻ ആയിട്ട് എക്സാം എഴുതാം. സോ ഡിസംബർ 2 മുതൽ ഡിസംബർ 10 വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ആർക്കൊക്കെ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ 8ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി, അതായത് നമ്മളെ +2 NEET JEE സ്റ്റുഡൻസിന് പോലും ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് വേദാന്തുവിന്റെ കോഴ്സസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ ഈ ഒരു എക്സാം നിങ്ങൾ എഴുതാനായിട്ട് രജിസ്റ്റർ ചെയ്യുക. ആൻഡ് രജിസ്ട്രേഷന് ഫീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഫീസ് ഒന്നും ഇല്ല. ഓക്കെ, ഇറ്റ് ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ്. നിങ്ങൾക്ക് ചില്ലി കാശ് മുടക്കാതെ തന്നെ ഈ ഒരു എക്സാം എഴുതാനും ആ എക്സാം വിജയിച്ച് നിങ്ങൾക്ക് നല്ലൊരു സ്കോളർഷിപ്പ് നേടാനും കഴിയും. ഓക്കെ, അപ്പൊ ഈ ഒരു 5 ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങളൊന്ന് പോവുക. ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആണല്ലോ, ഇതൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നല്ലോ, എന്നാ പിന്നെ ഈ ഒരു എക്സാം എനിക്ക് എഴുതി നോക്കാം അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾക്ക് വരില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. നമ്മളെ മുന്നിൽ കിട്ടുന്ന ഒരു സുവർണ അവസരം, അത് നമ്മൾ വെറുതെ പാഴാക്കി കളയണ്ടല്ലേ. ഇനി അഥവാ നിങ്ങൾക്ക് ഓഫ്ലൈൻ സെന്ററിൽ നിന്നാണ് എക്സാം എഴുതേണ്ടത് എന്ന് തോന്നുകയാണെങ്കിൽ ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ, തിരുച്ചി, വിശാഖപട്ടണം, ഹൈദരാബാദ്, വിജയവാഡ, ഡൽഹി, ബാംഗ്ലൂർ, പ്യൂനെ, നാഗ്പൂർ, ഔറംഗാബാദ്, പട്ടിയാല ആൻഡ് മുസാഫർപൂർ, ഇത്രയും സ്ഥലത്ത് ഞങ്ങൾ ഓഫ്ലൈൻ സെന്റേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഇല്ല, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് എക്സാം സിമ്പിൾ ആയിട്ട് എഴുതാം കേട്ടോ. ഓക്കെ, സോ ഈ ഒരു MVSAT എന്ന് പറയുന്ന എക്സാമിന്റെ ലെവൽ ചോദിക്കുകയാണെങ്കിൽ ഭയങ്കര ഹൈ ലെവലും അല്ല ലോ ലെവലും അല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊക്കെ എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ആൻഡ് നിങ്ങൾ ഓരോ ക്ലാസ്സിലെ മക്കളാണല്ലോ, അപ്പൊ നിങ്ങളുടെ ആ ക്ലാസ്സിനനുസരിച്ചുള്ള ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് കേട്ടോ. ഈ ഒരു എക്സാം എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് ഓൾ ഇന്ത്യ പെർഫോമൻസ് റിപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. അതായത് റാങ്ക് 1 മുതൽ അല്ലെ താഴേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ റാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ആ ഒരു എക്സാം എങ്ങനെ എഴുതി എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇഷ്ടംപോലെ ഓഫേഴ്സ് നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നതായിരിക്കും. റാങ്ക് 1 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കോഴ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഇപ്പൊ നീറ്റിന്റെയും ജെയിന്റെയും ഒക്കെ കോഴ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം. നിങ്ങൾക്കറിയാം വേദാന്തു എന്ന് പറയുമ്പോൾ നമ്പർ 1 ടീച്ചേഴ്സ് ഓഫ് ഇന്ത്യ അല്ലെ. ഇവിടെ അത്രയധികം സൂപ്പർ ടീച്ചേഴ്സും അവരുടെ ക്ലാസ്സസും ഒക്കെ ആണ് നിങ്ങൾക്ക് ഇത്രയും ഡിസ്കൗണ്ടിൽ ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മിസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഓക്കെ, സോ 100% ഞങ്ങൾ അഷ്യൂർഡ് ആയിട്ടുള്ള സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഇത് രജിസ്റ്റർ ചെയ്യുക. ആൻഡ് നമ്മളെ ഹൈടെക് ഇന്ററാക്റ്റീവ് ക്ലാസ് റൂംസിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്ലാസ് ലഭിക്കും. അത് അടിപൊളി ടീച്ചേഴ്സിന്റെ ക്ലാസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ടോപ്പ് റാങ്കിൽ വരുന്ന സ്റ്റുഡൻസിനുള്ള ഏറ്റവും വലിയൊരു ഓഫർ എന്താണെന്നറിയോ? ടോപ്പ് റാങ്കിൽ വരുന്ന സ്റ്റുഡൻസിന് 5 ദിവസം നമ്മളെ സ്പേസ് റിസർച്ച് സെന്ററിൽ
താമസിക്കാനും അവിടെ ചുറ്റിക്കാണാനും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കും അല്ലെ. അത് കൂടാതെ നമ്മൾ കുറെ കുട്ടികൾ എന്നാലും നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ട് ഈ ഒരു എക്സാമിന് പാസ്സാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എക്സൈറ്റിംഗ് റിവാർഡ്സ് ഉണ്ട്. ഡ്രോൺസ്, സ്മാർട്ട് വാച്ച്, ടെലസ്കോപ്പ്, ഇങ്ങനെയുള്ള അനേകം ഗിഫ്റ്റുകളാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആൻഡ് രജിസ്ട്രേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, രജിസ്ട്രേഷന് നിങ്ങൾ ഒരു ചില്ലി കാശ് പോലും മുടക്കണ്ട. ഓക്കെ, ഒരൊറ്റ രൂപ പോലും മുടക്കണ്ട, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. സോ ആ ലിങ്കിൽ കയറുക, ആ ഒരു ഫോം ഫില്ല് ചെയ്യുക, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. ഈ പറഞ്ഞ ഡേറ്റിൽ, അതായത് ഡിസംബർ 2 മുതൽ ഡിസംബർ 10 വരെയുള്ള ദിവസം ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യുക, ഇഷ്ടമുള്ള സമയത്ത് എക്സാം അറ്റൻഡ് ചെയ്യുക. ആൻഡ് അതിനുശേഷം ഞങ്ങൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ റാങ്ക് എന്താന്ന് മനസ്സിലാക്കാനും ആൻഡ് ഞങ്ങളെ ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കും. ഇപ്പൊ ക്ലാസ് 8, 9 കുട്ടികളുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാ വരിക ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് അറിയാലോ, MCQs ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അല്ലാതെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഒന്നും തന്നെ ഇതിൽ വരുന്നതായിരിക്കില്ല. ഇപ്പൊ 8, 9 മക്കൾക്കാണെങ്കിൽ 3 സെക്ഷനിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. മാത്തമാറ്റിക്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്, സയൻസിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ്, മെന്റൽ എബിലിറ്റി 5 ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് നോക്കിക്കേ, 4 ഓപ്ഷൻസ് ആണ് ഓരോ MCQലും ഉണ്ടാവുന്നത്. ഒരു ശരി ഉത്തരത്തിന് 4 മാർക്കും. നിങ്ങൾക്ക് അഥവാ തെറ്റുത്തരം വന്നിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, there is no negative marking. ഓക്കെ, ആൻഡ് എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 hour ആണ്. അതായത് 60 minutes ആണ് എക്സാം ഡ്യൂറേഷൻ. ഓക്കെ, ഇനി ക്ലാസ് 10 ആണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ 3 സെക്ഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വരും. 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാത്തമാറ്റിക്സിൽ 20 ക്വസ്റ്റ്യൻസ്, സയൻസിൽ 25 ക്വസ്റ്റ്യൻസ് ആൻഡ് മെന്റൽ എബിലിറ്റി 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ലൈക് MCQs ആണ്, 4 ഓപ്ഷനോട് കൂടിയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു കറക്റ്റ് ആൻസറിന് 4 മാർക്കും. റോങ് ആൻസേഴ്സ് വരികയാണെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലടാ. അതായത് നിങ്ങൾക്ക് ആൻസർ തെറ്റിപ്പോയാൽ മാർക്കൊന്നും കുറയാൻ പോകുന്നില്ല. സോ 60 minutes, 1 hour ആയിരിക്കും എക്സാം ഡ്യൂറേഷൻ. ക്ലാസ് 11 and 12 JEE ആസ്പിറൻസ് ഈ എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തം 30 ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും മാത്തമാറ്റിക്സിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ഈച്ച് ആയിരിക്കും വരുന്നത്. ഓക്കെ, ആൻഡ് MCQs ആണ്, 4 ഓപ്ഷൻസ് ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് ഒരു ശരി ഉത്തരത്തിന് 4 മാർക്കും അതേപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. ടൈം എന്ന് പറയുന്നത് 60 minutes, അതായത് 1 hour ഡ്യൂറേഷൻ തന്നെയാണ്. ഇനി നീറ്റ് ആസ്പിറൻസ് ആണെങ്കിലോ ഫിസിക്സിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ്, ബയോളജിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ്. അതായത് ജെയ്ക്കാർക്ക് 30 ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് 50 ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഉണ്ടാകും. അതിൽ 30 ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ നിന്നായിരിക്കും. ഇതേപോലെ MCQs ആണ്, 4 ഓപ്ഷൻസ് ഉണ്ടാകും. ഓരോ ശരി ഉത്തരത്തിന് 4 മാർക്കും അതേപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഡ്യൂറേഷൻ 1 hour ആണ്. ഓക്കെ, യെസ്. ഇനി ഈ ഒരു MVSAT 23 അല്ലെ, MVSAT 2023 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 2 ഡിസംബർ മുതൽ 10th of December വരെയാണ്. അതായത് ഒരു ശനിയാഴ്ച തുടങ്ങി ഒരു ശനിയാഴ്ച ഈ എക്സാം അങ്ങ് അവസാനിക്കും. അതിന്റെ ഉള്ളിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ എക്സാം പോയി എഴുതുക കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്? ഒന്ന്, ഓഫ്ലൈൻ ആയിട്ട് എക്സാം എഴുതുന്ന ആൾക്കാർക്ക് തൊട്ടടുത്ത സെന്ററിൽ തന്നെ പോയിട്ട് എക്സാം എഴുതാം അല്ലെ. യെസ്, ആൻഡ് ഓൺലൈൻ ആണെങ്കിലോ അത് അതിനേക്കാൾ സുഖമായി. ഇനി നിങ്ങൾ ടോപ്പ് റാങ്കിൽ വരികയാണെങ്കിൽ 5-day ട്രിപ്പാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ടു സ്പേസ് റിസർച്ച് സെന്റർ അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആരെങ്കിലും കൊടുക്കാൻ തന്നെ പറയും? ആരും അങ്ങനെ പറയില്ല. ഞങ്ങൾ പക്ഷെ ആ ഒരു ഓഫർ നിങ്ങൾക്ക് തരികയാണ്. എഷ്വർഡ് സ്കോളർഷിപ്സ് ഉണ്ടാകും, അതായത് 100% വരെ സ്കോളർഷിപ്പ് ഉണ്ട്. ലൈക്ക് ഞങ്ങൾ ഇങ്ങനെ റാങ്ക് പബ്ലിഷ് ചെയ്യുമല്ലോ, അപ്പൊ ആ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സസ് 100% അല്ലെങ്കിൽ ലൈക്ക് 90, 80, 70% ഡിസ്കൗണ്ടോട് കൂടി തന്നെയായിരിക്കും ഞങ്ങൾ തരുന്നത്. അതേപോലെ ഇതിന്റെ പുറമെ കുറെ എക്സൈറ്റിംഗ് ഗിഫ്റ്റുകളുണ്ട്. ഡ്രോണ്, ടെലസ്കോപ്പ്, സ്മാർട്ട് വാച്ച്, ഇതെല്ലാം നിങ്ങളെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് തരികയാണ് കേട്ടോ. ഓക്കെ, ആൻഡ് ഓൾ ഇന്ത്യ റാങ്കും പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും 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 ഞാൻ പറയുന്നു, രജിസ്ട്രേഷൻ ഫ്രീ ആണ്. നിങ്ങളൊരു ചില്ലി കാശ് പോലും മുടക്കണ്ട കേട്ടോ. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു എക്സാം നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതി നിങ്ങൾക്ക് നല്ല റാങ്ക് ഒക്കെ കിട്ടി, നിങ്ങൾ ഞങ്ങളുടെ ഫാമിലി മെമ്പറായി, അതായത് വേദാന്തിന്റെ കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടി. അങ്ങനെ നിങ്ങൾ ഒറിജിനലായിട്ട് പിന്നെ JEE, നീറ്റ് എക്സാം ഒക്കെ എഴുതി നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ് കണ്ടിട്ടാണല്ലോ പഠിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. JEE, നീറ്റ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ പുഷ്പം പോലെ എഴുതിയെടുക്കും കേട്ടോ. അപ്പൊ നിങ്ങളുടെ റാങ്കും ഇതുപോലെ വരുന്നതായിരിക്കും. ഓക്കെ, ഇതുപോലെ നിങ്ങളെ റാങ്ക് ഇങ്ങനെ പബ്ലിഷ് ആവുന്നതായിരിക്കും. അപ്പൊ അത് കാണുമ്പോൾ ഉള്ള നിങ്ങളുടെ സന്തോഷം, നിങ്ങളെ പാരന്റ്സിന്റെ സന്തോഷമൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഇതേപോലെ തന്നെയാണ് നീറ്റിന്റെയും അല്ലെ. നീറ്റൊക്കെ ക്വാളിഫൈ ആയാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ആരായി പോയല്ലേ. സോ അതിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആരും മിസ് ചെയ്യാനായിട്ട് പാടില്ല. വീണ്ടും ഞാൻ പറയുന്നു, ഡിസംബർ 2 മുതൽ ഡിസംബർ 10 നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ അതിന്റെ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ തന്നിരിക്കുന്ന രജിസ്ട്രേഷൻ ലിങ്കിൽ എക്സാം രജിസ്റ്റർ ചെയ്യുക. കറക്റ്റ് ആയിട്ട്
ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം, ഇപ്പൊ നമ്മളെ കേരള കുട്ടികളാണെങ്കിൽ ഓൺലൈനായിട്ട് എക്സാം എഴുതുക, റാങ്ക് പബ്ലിഷ് ചെയ്യും, ആൻഡ് ആ റാങ്കിൽ ടോപ്പ് റാങ്ക് ഒക്കെ നിങ്ങൾ നേടുകയാണെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന 100% സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. യെസ്, അപ്പൊ സ്റ്റേ ട്യൂൺ ടു വേദാന്തു. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാൻ. ടിൽ ദെൻ ടാറ്റാ.